നമസ്കാരം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കെടിഞ്ഞു. മന്ത്രിസഭയ്ക്ക് പോലും റിയാസിനെ ഇഷ്ടമല്ല എന്നതാണ് കാര്യം. പക്ഷേ ആരും അത് തുറന്നു പറയാറില്ല എന്ന് മാത്രം. പക്ഷെ പ്രതിപക്ഷ നേതാവിന് അതിന്റെ ആവശ്യമുണ്ടോ? മിണ്ടാതിരിക്കുന്നവന്റെ വായിൽ കോലിട്ട് കുത്തലാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പിണറായി മന്ത്രിസഭയിൽ ആർക്കും താല്പര്യമില്ലാത്ത കക്ഷിയാണ് റിയാസ്. പിന്നെ സ്ഥിരം മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്ന പിണറായിയെ പേടിച്ചിട്ടാണ് ആരും ഒന്നും മിണ്ടാത്തത്. മാത്രമല്ല, പിണറായി എന്ന ഏകാധിപതിയെയും എല്ലാവർക്കും പേടിയാണ്. പണം പെറ്റുപെരുകുന്ന മാത്രം അറിയാവുന്ന ഏക ദുർമന്ത്രവാദിയാണ് സാക്ഷാൽ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ പിന്നെ പിണറായിക്ക് മാത്രം പണം പെരുകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ചെപ്പടി വിദ്യകൾ കൂടെയുള്ള മന്ത്രിമാരും പഠിച്ചിട്ടുണ്ട്. മുഖ്യൻ ഏകാധിപതി ആയതുകൊണ്ട് തന്നെ ആരും റിയാസിനെതിരെ ഒന്നും പറയാറില്ല. മരുമകൻ കൂടിയല്ലേ. പക്ഷെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, പുള്ളിക്ക് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞേക്കും. പ്രതിപക്ഷ നേതാവിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നാളാണ് ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതെ ഇരിക്കുന്നത്? ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചെത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് റെഡിയായി എന്നറിഞ്ഞതിൽ സന്തോഷം. മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വച്ചിരിക്കുകയായിരുന്നു. കണ്ണാടി നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് ലജ്ജ കൊണ്ട് മുഖം കുനിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത്. അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെയും ആത്മവിശ്വാസമാണ്. വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. പൊതുമരാമത്ത് മന്ത്രി കണ്ണാടി നോക്കിയാൽ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിയത് എന്നതിന്റെ പൂർവ്വകാല കഥകൾ അറിയും. കോഴിക്കോട് മത്സരിക്കാനെത്തിയപ്പോൾ MP വീരേന്ദ്രകുമാർ പറഞ്ഞത് മുതൽ മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ണാടി നോക്കിയാൽ തെളിയും. ആരാണ് നാണിച്ച് തല താഴ്ത്തുകയെന്ന് അപ്പോൾ ബോധ്യമാകും. മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ പൊതുമരാമത്ത് മന്ത്രിക്ക് മാത്രമേ നോവുന്നുള്ളൂ, വേറെ ആർക്കും നോവുന്നില്ല. മറുപടി പറയുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ ഭീരു എന്ന് വിളിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചത് മാനേജ്മെന്റ് ക്വാട്ടയിൽ മന്ത്രിയായ ആർക്കാണെന്ന് സതീശൻ പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പറഞ്ഞതിൽ ഈ കേരള സംസ്ഥാനത്ത് ആർക്കെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പിണറായിയുടെ ആസനം താങ്ങി നടന്ന വ്യക്തി തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്നത് റിയാസിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. DYFI നേതാവായിരുന്ന റിയാസിനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുത്തതും ഇപ്പോൾ റിയാസ് പലരെയും വെട്ടി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതുമെല്ലാം ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നതിനപ്പുറം മറ്റൊന്നുമല്ല. പിണറായിയുടെ വാലായിരുന്ന റിയാസ് മകൾ വീണയെ വിവാഹം കഴിച്ചതിലൂടെ നോട്ടമിട്ടതും പിണറായിയുടെ അനന്തമായ സമ്പാദ്യം തന്നെയാണ്. മാത്രമല്ല, റിയാസിന് നന്നായിട്ട് അറിയാം വീണ വിജയന് സ്വർണ്ണക്കടത്ത് കേസിലും മറ്റുമുള്ള പങ്ക്. പിണറായിയേക്കാൾ ബുദ്ധിമതി മകൾ വീണ തന്നെയാണ്. കൊള്ളത്തലവന്റെ സന്താനം ആ പാത പിന്തുടർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സ്നേഹിച്ച് കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ മർദ്ദിച്ച് അവശനാക്കിയ വ്യക്തി കൂടിയാണ് റിയാസ്. മാത്രമല്ല, അവരോട് പറഞ്ഞ വർത്തമാനം ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്തതുമാണ്. 50 രൂപയ്ക്ക് പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമ്പോൾ നിന്നെ എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ഈ ക്രൂരതകൾ മുഴുവൻ ചെയ്തു കൂട്ടിയ റിയാസിനെ പിണറായി കൂടെ കൂട്ടണമെങ്കിൽ വെറുതെ ആകില്ലല്ലോ. ആ റിയാസിനെ വീണ വിജയൻ കല്യാണം കഴിക്കണമെങ്കിലും വെറുതെ ആകില്ലല്ലോ. അതിനു പിന്നിൽ കോടികളുടെ കണക്കുണ്ടാകും. അപ്പോൾ വി.ഡി. സതീശൻ ഇത്രയും പറയുമ്പോൾ തന്നെ റിയാസിന് കണ്ണാടി നോക്കേണ്ടി വരില്ല. മനസ്സിന്റെ കണ്ണാടിയിൽ ഈ കള്ളത്തരങ്ങളൊക്കെ എപ്പോഴും നിറഞ്ഞു വന്നിട്ടുണ്ടാകും. പിന്നെ തീരെ ഉളുപ്പില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ മടിയുണ്ടാകില്ല എന്ന് മാത്രം. നന്ദി.